ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എപ്പോഴും ഇങ്ങനെ കയറിയിറങ്ങുമ്പോൾ അനാവശ്യമായ ചിന്തകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ടുള്ള പ്രയോജനമെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ചിന്ത എപ്പോഴും ഒരു പരിധിയുള്ളതാണ്, നമ്മളെ പരിമിതപ്പെടുത്തുന്നതുമാണ്. മരണം നമ്മെ പരിമിതപ്പെടുത്തുന്നതാണ്. ലോകത്തിൻ്റെ ചിന്ത തന്നെ ജഡത്തിൻ്റെ ചിന്തയാണ്. ജഡത്തിൻ്റെ ചിന്തയോ മരണമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മാനസികമായി നമ്മെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ ചിന്തകളെ അതിജീവിക്കുവാൻ ദൈവം യോശുവയോട് തന്നെ കൊടുത്ത ആ വാക്ക് നമ്മൾ പാലിച്ചാൽ മതി. രാപ്പകൽ നിന്റെ വായിൽ നിന്ന് ഈ ന്യായപ്രമാണത്തിലുള്ളത് മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും എപ്പോഴും ഈ വായിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിക്കുക മറ്റുള്ളവരോട്. അതുകൊണ്ട് പൗലൂസ് പറഞ്ഞു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. ഭൂമിയിലുള്ള എല്ലാ മത വർഗങ്ങൾക്കും എല്ലാ ജാതികൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ കടക്കാരനാണ്. ഈ ഒരു ബോധം നമ്മുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നാം തിരക്കുള്ളവരാകും. മറ്റുള്ളവരിലേക്ക് ഈ സത്യങ്ങളെ എങ്ങനെ എത്തിക്കാം? യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ കാത്തിരിക്കുന്നു, യേശു നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കും, യേശു ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ തേടിയാണ്. ഇങ്ങനെയുള്ളൊരു സന്ദേശം സകല വീടുകളിലും സകല വ്യക്തികളുടെ ഹൃദയങ്ങളിലും എത്തിക്കുവാൻ, ചെവികളിലല്ല ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കും. ചെവികളിൽ എത്തിയാൽ അവർ അത് സ്വീകരിക്കണമെന്നില്ല. പ്രാർത്ഥനയോടെ സംസാരിച്ചാൽ അത് അവരുടെ ഹൃദയങ്ങളിൽ വീഴും. നല്ല നിലത്ത് വീഴുന്ന വിത്ത് 100 മേനി വിളവ് തരുമെന്ന് വായിക്കുന്നു. നമ്മൾ അവരുടെ ഹൃദയങ്ങളെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നല്ല പ്രവൃത്തി, നമ്മുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നാം ഒരുക്കിയെടുക്കണം. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നല്ല നിലത്തെ നാം ഒരുക്കുന്നത് എങ്ങനെയാണ്? അവരുടെ അകത്ത് കിടക്കുന്ന കല്ലുകൾ പെറുക്കിക്കളയേണ്ടി വരും. അവരുടെ അകത്തെ ഒന്ന് ഒരുക്കണം, ഇളക്കി മറിക്കേണ്ടി വരും. അവരുടെ അകത്ത് ഇനി വേറൊന്നും കയറാതിരിക്കാൻ ചുറ്റും ഒന്ന് വേലി കെട്ടേണ്ടി വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇതിന് ശേഷമാണ് ദൈവവചനം നാം അവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കേണ്ടത്. അങ്ങനെ ഹൃദയത്തിൽ വിതച്ചു കഴിഞ്ഞാൽ ഒന്നും അത് എടുത്തുകൊണ്ട് പോകില്ല, മണ്ണിട്ട് മൂടിയാൽ. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികെ വീണു. വിതച്ചതല്ല, വിതച്ച കൂട്ടത്തിൽ ചിലത് കയ്യിൽ നിന്ന് ലക്ഷ്യം തെറ്റി വീണതാണ്. അത് പറവജാതി കൊണ്ടുപോയി. ഒരുവൻ ഹൃദയത്തിൽ അത് സ്വീകരിക്കാത്തത് കൊണ്ട് ദുഷ്ടൻ അത് എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് അതിനെ പറയുന്നത്. പിശാചിന്റെ ജോലി ദൈവവചനം ഹൃദയത്തിൽ നിന്ന് എങ്ങനെ എടുത്തു കളയാമോ, അതാണ് അവൻ്റെ ഏറ്റവും വലിയ പദ്ധതി. ഹൃദയത്തിൽ നിന്ന് ദൈവവചനത്തെ ഇല്ലാതെയാക്കണം. കാരണം ഹൃദയത്തിൽ ദൈവവചനം വീണ് കഴിഞ്ഞാൽ അതിന് 100 മേനി വിളവുണ്ടെന്ന് പിശാചിന് ഉറപ്പാണ്. ചിലത് മുള്ളിനിടയിൽ വീണാലോ അത് മുള്ളു വളർന്ന് ഇതിനെ ഞെരുക്കിക്കളയും. അതും പിശാചിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ശാപം, മുള്ളും പറക്കാരെ എന്ന് പറഞ്ഞ ശാപത്തെ കാണിക്കും. ഈ ലോകത്തിൻ്റെ ഉപജീവന ചിന്തകൾ നാളെ എങ്ങനെയാകും, മറ്റുള്ളവരെന്നാ ഓർക്കും, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയാൽ അവരങ്ങനെ പറയില്ലേ, ഇത് വന്ന് കയറി വന്ന് ഈ വചനത്തെ ഞെരുക്കും. പാറസ്ഥലത്ത് വീണാലോ പെട്ടെന്ന് സ്വീകരിക്കും, വലിയ തീരുമാനങ്ങളാണ്. എന്നാൽ പെട്ടെന്നൊരു ചൂട് വന്നാൽ വേരില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഉണങ്ങിപ്പോകും. അതാണ് പാറസ്ഥലത്ത് വീഴുന്നത്. നല്ല സ്ഥലത്ത് വീഴാൻ നമ്മൾ അവരെ ഒരുക്കിയെടുക്കണം. അല്ലാതെ പോയി സുവിശേഷം അറിയിച്ചാൽ അതെല്ലാം പിശാച് കൊണ്ടുപോകാം. എന്നാൽ നാം അവരുടെ ഹൃദയത്തെ ഒരുക്കിയെടുക്കണമെന്ന് യേശു പഠിപ്പിച്ച ഈ ഉപമയിലൂടെ 4 ഉപമ, വഴിയിൽ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളിനിടയിൽ വീണു, നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് 100 മേനി വിളവ്
100, 60, 30 വലിയ വിളവുണ്ടായി. അതിനു മുമ്പ് പറഞ്ഞ 3 സ്ഥലത്തും വിളവില്ല, അതില്ലാതെയായി. ഒരേ വിത്ത്, ശരിയായ വിത്ത്, സ്വർഗീയ വിത്ത്, ഒരു കുറവില്ലാത്ത വിത്ത്, സ്വർഗീയമായത് വീണ സ്ഥലത്തിൻ്റെ കുഴപ്പവും ആണതിൽ കാണുന്നത്. എന്നാൽ ഒരുക്കപ്പെട്ട നല്ലൊരു സ്ഥലം വന്നപ്പോൾ അതിൽ റിസൾട്ട് ഉണ്ടായി. ഈ വർഷം മനുഷ്യഹൃദയങ്ങളെ നല്ല ദൈവവചന ചിന്ത കൊണ്ട് ഒരുക്കിയെടുക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഉപയോഗിക്കണം. അതിൻ്റെ ആ പേരാണ് സുവിശേഷീകരണം. എത്ര കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുമെന്നറിയാം. എത്ര പേർ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരും. എത്രയോ ആയിരങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ, ആഫ്രിക്കയിൽ എല്ലാം ഭയങ്കര ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നല്ല നിലത്ത് വീണ വിത്ത് വീണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. അതിൻ്റെ പുറകിൽ ഒരു സഭ പ്രവർത്തിച്ചു. അതിൻ്റെ പുറകിൽ കുറേ പേര് കരഞ്ഞു, പ്രാർത്ഥിച്ചു. നമുക്ക് ഈ വർഷം അത് ചെയ്യാൻ യേശു കൃപ തരട്ടെ. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു വിടുതൽ നൽകും നാമമേ, യേശു സൗഖ്യം നൽകും നാമമേ, യേശു പാപം മായ്ക്കും നാമമേ, യേശു ജീവനേകും നാമമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു ഉന്നതമാം നാമമേ, യേശു വിജയമേകും നാമമേ, യേശു ശക്തി നൽകും നാമമേ, യേശു ഞാൻ വഹിക്കും നാമമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശു പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് മഹത്വം വേണം, എനിക്കുണ്ടായിരുന്നത് എന്നെ ഒന്നുകൂടി മാനിക്കണമേ. യേശുവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, നീ എനിക്ക് വെച്ചിരിക്കുന്ന ആ മാന്യത എനിക്ക് വേണം കർത്താവേ. എനിക്കുണ്ടായിരുന്ന വലിയ മഹത്വം ഇത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം അതിൻ്റെ ബി പാർട്ട് വായിച്ചു. എന്താണ്? അവനായിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിലായിരിക്കും. അതിൻ്റെ അർത്ഥം യേശുവിന് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ള അതേ മാന്യത അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പിതാവേ, യേശുവിൻ്റെ മണവാട്ടി സഭയെന്ന നിലയിൽ എനിക്കങ്ങ് വെച്ചിരിക്കുന്ന മാന്യത അതെനിക്ക് വേണം. യേശു മുഖാന്തരം എനിക്ക് ലഭിച്ച മാന്യത ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, എനിക്കൊരിക്കൽ അർഹിക്കാൻ കഴിയാത്ത മാന്യത, എനിക്കൊരിക്കലും എൻ്റെ പേരിൽ കിട്ടാത്ത മാന്യത എനിക്ക് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ കിട്ടും. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിച്ചാൽ തരും. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു, പൂർത്തിയാക്കി. ക്രൂശിൽ പറഞ്ഞു, സകലത് നിവർത്തിയായി. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായതുകൊണ്ടും യേശു വില മുടക്കിയതുകൊണ്ടും യേശു രക്തം ചിന്തിയതുകൊണ്ടും യേശു നമുക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞതുകൊണ്ടും യേശു ക്രൂശിൽ പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും നിവർത്തിയാക്കിയത് കൊണ്ടും ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങിയതുകൊണ്ടും നമുക്ക് ഇത് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. നേരിട്ട് നാം പിതാവിനോട് ചോദിക്കുകയല്ല, പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശം തന്നത് പുത്രനാണ്. പുത്രനിലൂടെയാണ് ഞങ്ങൾ അങ്ങേ അറിഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങയുടെ അടുക്കലേക്ക് നേരിട്ട് വരാൻ ഒരു അവകാശവുമില്ല. ഞങ്ങളെല്ലാം മഹാപാപികളും വയലിലെ പുല്ല് പോലെ വളരുന്നു, ഉണങ്ങുന്നു, തീരുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ എന്നേക്കും നിലനിൽക്കുന്ന മക്കളാക്കി മാറ്റിയ പദവി അങ്ങ് ഒരുക്കിയ, ലോകസ്ഥാപനത്തിന് മുമ്പേ അങ്ങ് ഒരുക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ ഈ കൃപാസനത്തിലോട്ട് അടുത്ത് എന്ന് ഞങ്ങൾക്കൊരു കാര്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. പുത്രൻ ഇന്ന് അങ്ങയുടെ വലത്തുഭാഗത്തിരിക്കുന്ന അതേ മാന്യത ഈ ഭൂമിയിൽ ഞങ്ങൾക്കും തരണമേ. ഞങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാണെന്നും ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല എന്നും ഒക്കെയും പുത്രനിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ ഉണർത്തുവാനാകയാൽ ഞങ്ങൾ ആ പദവികളെ മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ ചോദിച്ചാൽ പിതാവ് തന്നിരിക്കും. കാരണം പിതാവ് പുത്രനെ അയച്ചത് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ്. എങ്ങനെ ഭൂമിയിൽ സ്വർഗത്തിലിരിക്കുന്ന യേശുവിനെ പോലെ മാനിക്കപ്പെടാം. സ്വർഗത്തിൽ ചെന്നിട്ട് എങ്ങനെ മാനിക്കപ്പെടാമെന്നല്ല, സ്വർഗത്തിൽ ചെന്നാൽ മാന്യത മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ യേശു പറഞ്ഞ്, എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനമോ എന്ത് നഷ്ടപ്പെട്ടാലും ഈ ഭൂമിയിൽ 100 മടങ്ങ്, അതതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടതിൻ്റെ 100 മടങ്ങ് ഈ ഭൂമിയിൽ വെച്ച് തരാമെന്ന് ഉറപ്പ് തന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാഗൽഭ്യം ഒരിക്കലും, മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം, അതാണ് പ്രാർത്ഥന. അതൊരിക്കലും തള്ളിക്കളയരുത്. പ്രാർത്ഥനയിൽ പലരും എന്തുകൊണ്ട് ഉറങ്ങുന്നു? എന്നോട് പലരും വന്ന് പറയും, പക്ഷേ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ഉറക്കമാണ്. നിങ്ങൾക്ക് ഈ സത്യം അറിയില്ല, നിങ്ങളെവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ വിചാരം നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ആ ഭിത്തിയെ ചാരി ഇരിക്കുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങളിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയാണോ? സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ പിതാവിൻ്റെ മുൻപിൽ ഭിത്തിയിൽ ചാരിയിരിക്കുന്നു എന്നല്ല, മുട്ടുകുത്തുന്നു. അപ്പൊ ഇരിപ്പ് തന്നെ മാറും. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരാൻ കാരണഭൂതനായ
പിതാവിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കുന്നത്? മുട്ടുകുത്തണം. അപ്പോൾ പ്രാർത്ഥനയുടെ രീതി തന്നെ നമുക്ക് മാറാൻ കഴിയും. പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ അതനുസരിച്ചിരിക്കണം. കാലുവേദനയൊക്കെ ഉള്ളവർ കസേരയിലിരുന്നു. നിങ്ങൾക്ക് ദൈവം തന്ന ആരോഗ്യം പോലെ ഇരുന്നു. മുട്ടുകുത്തിയാൽ തന്നെ ദൈവം കേൾക്കോ? ഇല്ല. യേശുവിൻ്റെ നാമത്തിലാണ്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. നമ്മുടെ സാഹചര്യം മുട്ടുകുത്താൻ കഴിഞ്ഞാൽ പൗലോസ് മുട്ടുകുത്തി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ മുട്ടുകുത്തും. ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിക്കൊരു രൂപമുണ്ട്. എത്രത്തോളം നാം ഭക്തിയോടെ ഇരിക്കാമോ? കൈകൾ ഉയർത്തിയും കൈകൾ വീശിയും മുട്ടിന്മേൽ നിന്നും. അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്ന അവനെ കടൽ തീരം വരെ കൊണ്ടുപോയി. കടൽ തീരത്ത് മുട്ടുകുത്തി പൗലോസിന്റെ കൂടെ പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ് യാത്രയാക്കിയതൊക്കെ വായിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ മുട്ടിന്മേൽ നിൽക്കുമാർ. യേശു മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമാർ. ഇവരുടെ എല്ലാം പ്രാർത്ഥനകൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അപ്പോൾ ഭയമുണ്ട്, ഭക്തിയുണ്ട്. ദൈവത്തിൻ്റെ ഏകജാതനാണെന്ന് ഓർക്കണം. ഇത്രയും ഭയഭക്തിയുടെ ആവശ്യമുണ്ടോ? ഭയഭക്തി. അതിന് DGS ദിനകരൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണാൻ ഒരിക്കൽ അദ്ദേഹവും കൂടെയുള്ള 2-3 പേരും വേണ്ടപ്പെട്ടവരും പോയി. അപ്പോൾ അവരുടെ ഈ ജീസസ് കോൾസിൻ്റെ കണക്കുകളെല്ലാം നോക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ മഹാനായ മനുഷ്യനാണ്. വലിയ കമ്പനികളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പുറത്തോട്ട് മാറിയിരിപ്പുണ്ട്. വേറൊരു ഓഫീസർ ഇപ്പുറത്തിരിപ്പുണ്ട്. ഇവരുടെ കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം ഈ മകൻ എഴുന്നേറ്റ് തിരിഞ്ഞു വന്നിട്ട് അപ്പൻ്റെ മുമ്പിൽ വന്ന് എഴുന്നേറ്റ് കുനിഞ്ഞു നിന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇന്ന കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ദയവായി കണക്കൊന്ന് നോക്കിയാലും. DGS ദിനകരൻ എന്ന ദേവദാസൻ പറയുകയാണ്, അതെൻ്റെ കണ്ണു തുറന്നു. കാരണം മകനായിരിക്കുമ്പോൾ വീട്ടിൽ അപ്പനും മകനുമാണ്. എന്നാൽ അപ്പനും മകനുമായിരിക്കുമ്പോൾ പോലും ആ മകൻ അപ്പനോട് കാണിച്ച ആദരവ് അവിടെ എഴുന്നേറ്റ് തിരിഞ്ഞു വന്ന് മുൻപിൽ വന്ന് കുനിഞ്ഞ് ആ പുസ്തകം വിടർത്തി DGS ദിനകരൻ്റെ ഫൗണ്ടേഷൻ്റെ ആ സംഘടനയുടെ കാര്യങ്ങൾ കണക്കുകളെല്ലാം പറഞ്ഞിട്ട് ആ പുസ്തകം കയ്യിലോട്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതുപോലെ പിതാവിൻ്റെ മുൻപിൽ യേശു ഭയഭക്തിയുള്ളവനായിരുന്നു. ഭയഭക്തി ഇന്ന് ദൈവസഭകളിൽ കുറഞ്ഞു തുടങ്ങിയ ഒന്നാണ് ഭയഭക്തി. അതായത് യേശു ആയിരിക്കുന്നത് പോലെ ഭൂമിയിൽ നമ്മളും ആയിരിക്കുവാൻ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ഭയഭക്തിയുള്ള പ്രാർത്ഥന ഇന്ന് സഭകളിൽ അന്യം വരികയാണ്. ഒരു ഫോൺ അതിൻ്റെ സൈലന്റിലിടാൻ പോലും ഇന്നത്തെ വിശ്വാസികൾക്ക് അറിയില്ല. എപ്പോഴും ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. ബെല്ലടിച്ചാലോ, ഈ ബെല്ലടിക്കുന്ന ഫോൺ, മീറ്റിങ്ങിൻ്റെ ഇടയിൽ ബെല്ലടിക്കുന്ന ഫോൺ ഈ ഹാൻഡ് ബാഗിലെ ഏത് അറയിൽ ഏത് സിബിലാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അത് തപ്പി 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 ആൾക്കാരുടെ ശ്രദ്ധയും പോകും. നേരത്തെയൊക്കെ ഞാനിത് പറയുമായിരുന്നു, ഇപ്പം ഞാനിത് പറയാറില്ല. കാരണം ഇതിലോട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വരുന്നവർ ഇങ്ങനെയാകുമ്പോൾ അത് പിശാച് മുതലെടുക്കും. ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരാൾ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ മൊബൈൽ അടിച്ചു. അയാളൊന്ന് നന്നാകാൻ വന്നതാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് പള്ളിയിൽ വന്നാണ്. ഇടത്തും വലത്തും നിൽക്കുന്നവരിങ്ങനെ ഒന്ന് നോക്കി, പുറകിൽ നിൽക്കുന്നവർ, മുമ്പിലുള്ളവർ പുറകോട്ട് നോക്കി, പ്രസംഗിക്കുന്ന അച്ഛനൊന്ന്, പള്ളിയിലെ അച്ഛനൊന്ന് നോക്കി. മൊത്തം ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമായപ്പോൾ അയാൾ വിഷമിച്ചു പോയി. അദ്ദേഹം അന്ന് വൈകിട്ട് ബാറിൽ പോയെന്ന്.
ഏതാ പിന്നെ പഴയ ബാറിലോട്ട് തന്നെ ബാറിൽ പോകാതിരിക്കുകയാണ് കുറേ നാളായിട്ട്. ബാറിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു, ഒരു ഗ്ലാസ് ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. എന്തോ അദ്ദേഹത്തിൻ്റെ ഫോൺ അടിച്ചു, ഒരു കുഴപ്പമില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈതട്ടി ഈ ഒഴിച്ചത് ഗ്ലാസ്സെ പിടി താഴെ വീണു. ഉടനെ ഒരു ആൾ ഓടി വന്നിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് തുടച്ചു മാറ്റി. അവിടെ ഇരിക്കുന്ന മാനേജർ ഓടി വന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, രണ്ടാമത് ഒഴിച്ചു കൊടുത്തു. അവരുടെ സ്നേഹവും സമീപനവും സൽക്കാരവും കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇതാണ് എൻ്റെ സഭയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ മൊബൈൽ അടിച്ചാലും മൊബൈൽ അടിച്ചില്ലെങ്കിലും ഇത് നമുക്ക് വിഷയമല്ല. എങ്കിലും ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ പരിചയസമ്പന്നരായവർ, പുതുതായി വരുന്നവരെ നമുക്കതിനായിട്ട് അവസരങ്ങൾ കൊടുക്കാം. എന്നാൽ വിശ്വാസത്തിൽ പരിചയവും പക്വതയുമുള്ളവർ, അവർ വിശ്വാസത്തിൻ്റെ ഭയഭക്തിയുടെ കുറേ ആക്ഷനുകൾ കൊണ്ടുവരണം. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, ഈ കോള് വരുമ്പോൾ ഇടയ്ക്ക് വെളിയിലോട്ട് പോവുക, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കണം. മൊബൈൽ ഓഫ് ചെയ്ത്, അതിനേക്കാൾ വലുതാണ് ദൈവം. പ്രാർത്ഥനയുടെ ഇടയിൽ മറ്റാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് എൻ്റെ ദൈവമാണ് ഒന്നാം സ്ഥാനം. അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഈ പുതിയ വർഷം നമ്മൾ പുതിയ ചുവടുകൾ വെച്ചാൽ അവനായിരിക്കുന്നത് പോലെ നമ്മളും ഈ ലോകത്തിലായിരിക്കും. 1 യോഹന്നാൻ 4:17 യേശു ഇന്നായിരിക്കുന്ന അതേ മഹത്വം നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ. യേശു എങ്ങനെയായിരുന്നുവോ ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചു, ഉറച്ച നിലവിളി, കണ്ണുനീര്. നമുക്കില്ലാത്തതാണ് കണ്ണുനീര്. പ്രാർത്ഥനയിൽ കണ്ണുനീരില്ല. കാരണം പ്രാർത്ഥനയിൽ നമുക്ക് വചനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണുനീരുണ്ടാവും. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കണ്ണുനീരില്ലാത്തത്. നമുക്ക് നമ്മുടെ ദൈവത്തെ മനസ്സിലായിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലായിട്ടില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറുപടി ഉറപ്പാണെന്നുള്ളൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് കണ്ണുനീരില്ലാത്തത്. എന്നാൽ ലഭിക്കുമെന്നുള്ള ഉറപ്പാണെങ്കിൽ അവിടെ നമുക്കൊരു കണ്ണുനീരുണ്ടാകും. മാത്രമല്ല, ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു, പെറ്റമ്മയേക്കാൾ അവൻ വിശ്വസ്തനാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കണ്ണുനീരുണ്ടാകും. മാത്രമല്ല, നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നൽകിത്തരുമെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഉറച്ച നിലവിളി ഉണ്ടാകും. പ്രാർത്ഥനയിൽ നിന്ന് അന്യം വന്നു പോയ ഒന്നാണ് ഉറച്ച നിലവിളിയും കണ്ണുനീരും. യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന അതുപോലെ ഫലിച്ചു. താനായിരുന്ന മഹത്വത്തിലേക്ക് പിതാവ് തന്നെ തിരിച്ചെടുത്തു. എല്ലാ നാമത്തിലും മേലായ നാമത്തിലേക്ക് വീണ്ടും തന്നെ ഒന്നും കൂടി ഉയർത്തുവാൻ ഇടയായി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങി എല്ലാ നാവ് യേശു കർത്താവ്, ദൈവം കർത്താവെന്ന് ഏറ്റുപറയുമെന്ന് ഫിലിപ്പിയ ലേഖനം 2 പറയുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാവരും ബഹുമാനിക്കുന്നു. ദൈവത്തെ മാനിച്ചതുകൊണ്ട് യേശുവിനെ എല്ലാവരും എല്ലാ മഹത്വത്തിന് യോഗ്യനായവനാക്കി യേശുവിനെ പിതാവ് മാറ്റി. ഇതുപോലെ അവനായിരിക്കുന്ന പോലെ ഈ ലോകത്തിൽ നാമും ആകുന്നു. അതിന് യേശു ചെയ്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ നാം ചെയ്യണം. എങ്കിൽ യേശു എന്നായിരിക്കുന്ന അതേ പദവിയിലേക്ക് നാമും കുതിച്ച് റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്ന ദിവസങ്ങൾ ഈ 2025 ദൈവം വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഴ്ചകളും താഴ്ചകളും ഒന്നും നോക്കണ്ട. ഇന്നത്തെ പിന്മാറ്റങ്ങളെല്ലാം കർത്താവ് ചികിത്സിക്കും. തകർന്ന ഹൃദയത്തോടെ ദൈവസൽ വീഴുക. കർത്താവെ ക്ഷമിക്കണേ, ഒരു പുതിയ വിശ്വാസത്തിൻ്റെ തുടക്കം എനിക്ക് നൽകണേ. എന്നോട് ചേർന്ന് ഏറ്റു പറയാമോ? യേശുവേ, ഇന്നു മുതൽ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഭയഭക്തിയുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. പാപരഹിത ജീവിതം നയിച്ച് മാതൃകയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് ആയിരങ്ങൾക്ക് ഒരു മാതൃകയായി അനേകർക്കൊരു വിടുതലായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എന്നോടുകൂടെ പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വഴികൾ തുറക്കട്ടെ. എല്ലാ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ശാരീരിക രോഗങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. മാനസിക ബലമുണ്ടാകട്ടെ. ശുശ്രൂഷ നിലവാരത്തിലേക്ക് അവർ കുതിച്ചുയരട്ടെ. അനുഗ്രഹിക്കുന്നു.
യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നിങ്ങൾ വലിയൊരു ശുശ്രൂഷയിലേക്ക് കയറും. കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി നിങ്ങൾ മാറും. ഈ ദൈവവചനം തുടർമാനമായി കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളൊരു ആവേശം നിങ്ങൾക്കുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.